ഫെബ്രുവരി മാസത്തിൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നടക്കാൻ പോകുന്ന ഓഫർ സെയിലുകളൊക്കെയാണ്. അല്ലെങ്കിൽ ഈ ഓഫർ സെയിലുകളിലൊക്കെ തന്നെ ഏത് കാറ്റഗറിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ലാഭത്തിന് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റുക? ഈ വീഡിയോ പൂർണ്ണമായും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ഐഡിയ കിട്ടും കേട്ടോ. കൂടാതെ എല്ലാ മാസവും ഏതൊരു ഓഫർ വന്നു കഴിഞ്ഞാലും അതിനെക്കുറിച്ചിട്ട് വീഡിയോകൾ നമ്മളിങ്ങനെ ചെയ്യാറുണ്ട്. സോ ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒന്നും കയറാത്തവരാണ്, എന്നാൽ വളരെ ലാഭത്തിന് സാധനങ്ങൾ മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബാക്ക് ടു ബാക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റ്സുകൾ കിട്ടുന്നതാണ്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സുകളുണ്ടല്ലോ, അതും കൂടാതെ ഇയർബഡ്സുകളുടെ പ്രീമിയം ക്വാളിറ്റി, നോർമൽ ക്വാളിറ്റി, കേസ് കവേഴ്സ്, വാച്ച് സ്ട്രാപ്പുകൾ എല്ലാം തന്നെ വളരെ ലാഭകരമായിട്ട് ഇൻസ്റ്റയിലുള്ള നമ്മുടെ സ്റ്റോർ ഉണ്ട്, ദീപ് സ്റ്റോർ. അവിടെ ഞാൻ സെയിൽ ചെയ്യുന്നതാണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം പുതിയതായിട്ട് ഇയർബഡ്സ് മേടിക്കുന്നവരായിക്കോട്ടെ, അതല്ല കയ്യിലൊരു ഇയർബഡ്സ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു കേസ് കവറിന് വേണ്ടി, വാച്ച് ഉണ്ടെങ്കിൽ വാച്ചിൻ്റെ പുതിയൊരു സ്ട്രാപ്പിന് വേണ്ടി, വളരെ ലാഭത്തിന് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്തോളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഫ്ലിപ്കാർട്ടിലേക്ക് വരുവാണെങ്കിൽ ഫെബ്രുവരി 3 മുതൽ 5 വരെ ബിഗ് ബജറ്റ് ധമാൽ സെയിലാണ് നടക്കാൻ പോകുന്നത്. നമുക്കറിയാം മാസത്തിൽ ആദ്യത്തെ ആഴ്ചയിൽ നമ്മുടെ ഫ്ലിപ്കാർട്ടിലാണെങ്കിലും അതുപോലെ തന്നെ ആമസോണിലാണെങ്കിലും ഇവർ ഈ ഒരു ഗ്രോസറി അല്ലെങ്കിൽ കിച്ചൺ ഐറ്റംസിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ലാഭത്തിന് കിട്ടുക. അത് തന്നെയാണ് ഈ ഒരു ബിഗ് ബജറ്റ് ധമാലിലാണെങ്കിലും സൂപ്പർ വാല്യൂ ഡേയ്സിലാണെങ്കിലും കിട്ടുക. ഇനി രണ്ടാമെന്ന് പറയുമ്പോഴത്തേക്ക് ഫെബ്രുവരി 10 മുതൽ 14 വരെ ഗ്രാൻഡ് ഫർണിച്ചർ ഡേയ്സ്. ഇവിടെ നമുക്ക് ആക്ച്വലി ലിവിംഗ് റൂം ഫർണിച്ചർ, കിച്ചൺ ഐറ്റംസ്, അതുപോലെ തന്നെ ഡൈനിങ് ബെഡ്റൂം ഫർണിച്ചർ, കൂടാതെ ഫർണിച്ചറുകൾക്കാണ് ഏറ്റവും ലാഭകരമായിട്ട് നമുക്ക് ഇവിടെ സാധനങ്ങൾ മേടിക്കാൻ പറ്റുക. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു കസേര മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കട്ടിൽ മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ടേബിൾ മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു സമയത്തൊന്ന് വെയിറ്റ് ചെയ്ത് മേടിക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ വാലന്റൈൻസ് ഡേ ആണ് നമ്മുടെ ഫെബ്രുവരി മാസത്തിൽ. സോ ഒരു വാലന്റൈൻസ് വീക്ക് സെയിലാണ് നമുക്ക് ഈ ഒരു ഫെബ്രുവരി 6 മുതൽ 12 വരെ ഫ്ലിപ്കാർട്ടിൽ കാണാൻ സാധിക്കുന്നത്. ഞാൻ ഈ പറയുന്ന ഡേറ്റ് ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ ഒക്കെ മാറാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഇവിടെ നമുക്ക് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ്, ലാപ്ടോപ്സ്, ഗാഡ്ജറ്റ്സിനൊക്കെ ആയിരിക്കും ഏറ്റവും ലാഭകരമായിട്ട് സാധനങ്ങൾ മേടിക്കാൻ പറ്റുക. പിന്നെ ഈ ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആ ഒരു കാറ്റഗറി ഉണ്ടാക്കും. അതിലായിരിക്കും ഏറ്റവും ലാഭത്തിന് സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നത്. ഇനി പിന്നെ മറ്റൊരെന്ന് പറയുമ്പോഴത്തേക്ക് ഫെബ്രുവരി 15 മുതൽ ഫെബ്രുവരി 19 വരെ മൊബൈൽ ബൊനാൻസ സെയിൽ. പേര് പോലെ തന്നെ ഡിഫറെൻറ്റ് ബ്രാൻഡിലുള്ള മൊബൈൽ ഫോണുകൾ വളരെ ലാഭത്തിന് നമുക്ക് മേടിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ആ ഒരു മൊബൈൽ ബൊനാൻസ സെയിലൊക്കെ വരുമ്പോഴത്തേക്ക് അത് ലാഭം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു വീഡിയോ ചെയ്യുന്നതുമാണ്. കൂടാതെ ഫെബ്രുവരി 17 മുതൽ 24 വരെ ഫ്ലിപ്കാർട്ട് കൂളിംഗ് ഡേയ്സ്. ഫെബ്രുവരി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് ചൂട് വരുവാണ്. സോ എ സി ഒക്കെ ആൾക്കാർ മേടിക്കാനായിട്ടുള്ളൊരു സമയം, അല്ലെങ്കിൽ പ്ലാനിങ് ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫെബ്രുവരി എൻഡോട് കൂടിയിട്ട് നമുക്ക് എ സിക്കും റെഫ്രിജറേറ്റേഴ്സിനും അതുപോലെ തന്നെ കൂളേഴ്സിനും ഒക്കെ തന്നെ വളരെ ലാഭത്തിന് ആ ഒരു ഓഫർ സെയിലിൽ നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഈ ഒരു ഓഫർ സെയിലുകളാണ്, 5 ഓഫർ സെയിലുകളാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ആമസോണിലേക്ക് വരുവാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫെബ്രുവരി 1 മുതൽ 7 വരെ ആ ഒരു ആമസോൺ സൂപ്പർ വാല്യൂ ഡേയ്സ് തന്നെയായിരിക്കും. ഇവിടെ നമുക്ക് ഫുഡ്, ബേബി കെയർ, പേഴ്സണൽ കെയർ, അതുപോലെ തന്നെ ഗ്രോസറി ഐറ്റംസ്, പെറ്റ് സപ്ലൈസ്, അങ്ങനെ ഇതുപോലുള്ള സാധനങ്ങൾക്കാണ് ഏറ്റവും ലാഭകരമായിട്ട് സാധനങ്ങൾ മേടിക്കാൻ പറ്റുക. കൂടാതെ ഫെബ്രുവരി 10 മുതൽ 14 വരെ വാലന്റൈൻസ് ഡേ സെയിലാണ്. ഇവിടെ നമുക്ക് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റുകൾ, അതുപോലെ തന്നെ ഫാഷൻ ജ്വല്ലറി ഐറ്റംസിനും ഉറപ്പായിട്ടും ഓഫറുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഫെബ്രുവരി 10 മുതൽ 15 വരെ മറ്റൊരു ഓഫർ സെയിലുണ്ട്, ബജറ്റ് ബസാർ സെയിൽ. ഇവിടെ ആക്ച്വലി ഹോം എസെൻഷ്യൽസിനും ഇലക്ട്രോണിക് ഐറ്റംസിനും ആയിരിക്കും ഏറ്റവും ലാഭകരമായിട്ട് സാധനങ്ങൾ മേടിക്കാൻ സാധിക്കുന്നത്. കൂടാതെ ഫെബ്രുവരി 12 മുതൽ 16 വരെ മെഗാ ഇലക്ട്രോണിക് ഡേ സെയിലായിരിക്കും. ഇവിടെ ഹെഡ്ഫോൺസ്, ലാപ്ടോപ്സ്, സ്മാർട്ട് വാച്ച്, ക്യാമറ, സ്മാർട്ട് TV എന്നിങ്ങനെ എല്ലാ ആ ഐറ്റംസുകൾക്കെല്ലാം വളരെ ലാഭത്തിന് സാധനങ്ങൾ മേടിക്കാൻ സാധിക്കും. കൂടാതെ ഫെബ്രുവരി 20 മുതൽ 22 വരെ സൂപ്പർ സേവർ ഡേയ്സ്. ഇവിടെ എസെൻഷ്യൽസ്, ഗ്രോസറി, ഫുഡ് ഐറ്റംസ്, ഹൗസ് ഹോൾഡ് ഇങ്ങനെയുള്ള കാറ്റഗറിക്കായിരിക്കും ഏറ്റവും ലാഭകരമായിട്ട് സാധനങ്ങൾ മേടിക്കുക. അതായത് ഒരു മിനി സൂപ്പർ വാല്യൂ ഡേ തന്നെ ആയിരിക്കും ഈ ഒരു ദിവസങ്ങളിലും കാണാൻ സാധിക്കുന്നത്. മിക്കവാറും ബിഗ് ബജറ്റ് ധമാൽ ഫ്ലിപ്കാർട്ടിൽ ഈ ഒരു സമയത്ത് വരാൻ ചാൻസ് ഉണ്ട്, അത് ഉറപ്പില്ല. പിന്നെ പൊതുവെ നമുക്കറിയാം ആമസോണിൽ എന്താണോ അത് അതേപോലെ കോപ്പി അടിക്കും ഫ്ലിപ്കാർട്ട്, ഫ്ലിപ്കാർട്ടിൽ എന്താണോ അത് അതേപോലെ കോപ്പി അടിക്കും ആമസോൺ. സോ ഇതൊക്കെ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഓഫർ സെയിലുകളാണ് നമ്മുടെ ഫെബ്രുവരി മാസത്തിൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഏതൊരു ഓഫർ സെയിൽ വന്നാലും അതിനെക്കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ് ഞാൻ ഇതിനകത്ത് ചെയ്യുന്നതാണ്. കൂടാതെ ഈ ചില ഓഫർ സെയിലുകളൊക്കെ രാത്രി 12 മണി മുതൽ 2 മണി വരെ അല്ലെങ്കിൽ 3 മണി വരെയൊക്കെ ഉണ്ടാകത്തുള്ളൂ. സോ അതൊക്കെ ഞാൻ പെട്ടെന്ന് എത്തിക്കുന്നത് നമ്മുടെ ടെലിഗ്രാമിലെ ചാനലിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ടെലിഗ്രാം ചാനൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു പ്രോഡക്റ്റിന്റെ ഓഫർ സെയിലും അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും, കൂടാതെ നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് കൺസിഡറും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.